ഹായ്, മുളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്, സുഗിയന്. അപ്പം നമ്മൾ ചെറുപയർ കഴുകി വാരി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു ലേശം വെള്ളം കൂടുതൽ ഒഴിക്കണം കേട്ടോ, കാരണം ഞാനിത് കുതിർത്തൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റ് തന്നെ കഴുകി വാരി കുക്കറിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ അടുപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. നമ്മൾ ചെറുപയറൊന്ന് കയ്യിലെടുക്കുമ്പോഴത്തേക്കൊന്ന് ഞെങ്ങിപ്പോകുന്ന പരുവം, അങ്ങനെ വെന്ത് കിട്ടണം കേട്ടോ. പിന്നെ കൂടുതൽ വെന്ത് പോവുകയും ചെയ്യരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ സുഗിയൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ, പഞ്ചസാര, ഏലക്കായും ജീരകവും പൊടിച്ചത്, തേങ്ങ ചിരകിയത്, മൈദപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കാം. മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് മാവിന് കിട്ടേണ്ടത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ബാറ്ററിലോട്ട് അല്പം പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതായത് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം, ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. അതിനോടൊപ്പം തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും, ആവശ്യത്തിന് പഞ്ചസാര. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പാനിയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഞാൻ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഈ ചെറുപയറൊക്കെ എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കൈ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. ഇതാ ഞാനിവിടെ ചെറുപയറൊക്കെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബോളാക്കി കേട്ടോ ഓരോന്നെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം വലുതാക്കിയിട്ടെടുക്കാം, അല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഈ ബോളുകളൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഞാനൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ചൂടായതിന് ശേഷം ഈ ബോൾ ഓരോന്നായിട്ട് ബാറ്ററിലോട്ട് ഇട്ടിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നും ബാറ്ററിൽ മുക്കിയിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ഫ്ലെയിം ഇട്ടാൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിം ഒന്നും ഇടണ്ട. കാരണം നമ്മൾ ചെറുപയറൊക്കെ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ മാവൊന്ന് റെഡിയായി കിട്ടിയാൽ മതി. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഞാനത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം.
തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇത് കോരി മാറ്റി വയ്ക്കുകയാണ്. ഇതാ നമ്മുടെ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്